പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ശേനിനും മധ്യേ നാട്ടി. ഇത്രത്തോളം യഹോവ നമ്മളെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് എബനേസർ എന്ന് പേരിട്ടു. ഹല്ലേലൂയ. അന്നത്തെ കാലത്ത് ദൈവജനം ദൈവത്തിൽ നിന്ന് അകന്നുപോയി. പെട്ടകം 20 സംവത്സരത്തോളം അവരിൽ നിന്ന് മാറിപ്പോയി. ആത്മീയമായി ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു കാലമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശമൂവേൽ അവരോട് പറഞ്ഞത്, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിയുന്നുവെങ്കിൽ അന്യദൈവങ്ങളെയും അസ്തോരോത്ത് പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയെങ്കിലേക്ക് തിരിക്കുകയും അവനെ മാത്രം സേവിക്കുകയും ചെയ്യുകയും, എന്നാൽ അവൻ നിങ്ങളെ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കും. അതാ അവിടെ ഒരു ഉണർവ് ആരംഭിക്കുക. അങ്ങനെ ദൈവജനം എന്ത് ചെയ്തു? ബാൽ വിഗ്രഹങ്ങളെ അസ്തോരോത്ത് പ്രതിഷ്ഠകളെയൊക്കെ നീക്കിക്കളഞ്ഞ് യഹോവയെ മാത്രം സേവിച്ചു. അവരുടെ നടുവിൽ എന്തുണ്ടായി? ഒരു ഉണർവുണ്ടാകാൻ കാരണമായി. അങ്ങനെ ഈ ദിവസങ്ങളിലും ദൈവജനത്തിൻ്റെ നടുവിൽ ഒരു ഉണർവുണ്ടാകട്ടെ. യഹോവ ജനത്തിൻ്റെ മധ്യേ പ്രവർത്തിക്കുന്ന ദിവസങ്ങളായി മാറട്ടെ. അനന്തരം ശമൂവേൽ എല്ലാ ഇസ്രായേലിനെയും മിസ്പയിൽ കൂട്ടുവീൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അവർ മിസ്പയിൽ വെച്ച് ഒന്നിച്ചുകൂടി അവർ പ്രാർത്ഥിച്ചു. ആമേൻ. എന്ത് സംഭവിച്ചു? ദൈവമക്കൾ ഒന്നിച്ചുകൂടി എന്ന് ശത്രുസൈന്യങ്ങൾ കേട്ടപ്പോൾ ദൈവജനത്തിന് നേരെ പുറപ്പെട്ടു വന്നു. ദൈവമക്കൾ ഭയങ്കര ഭയപ്പെട്ടു. എന്നാൽ ശമൂവേൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങ് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവ യഹോവയ്ക്ക് യാഗം കഴിച്ചു. ശമൂവേൽ ഹോമയാഗം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ശത്രു സൈന്യം എന്ത് ചെയ്തു? ദൈവജനത്തിന് നേരെ വരിക. എന്നാൽ യഹോവ ഫിലിസ്ത്യരുടെ മേൽ ഒരു ഇടിമുഴക്കി അവരെ പരിഭ്രമിച്ചു. അവർ ദൈവജനത്തിൻ്റെ മുമ്പിൽ തോറ്റുപോകുവാൻ കാരണമായി. അങ്ങനെ ഈ ദൈവജനം മുഴുവനും മിസ്പയിൽ നിന്ന് പുറപ്പെട്ട് ഫിലിസ്ത്യരെ പിന്തുടർന്ന് അവരെ താഴ്വര വരെ സംഹരിച്ചു. അന്ന് ശമൂവേൽ പറഞ്ഞതാണ്, യഹോവ നമ്മളെ ഇത്രത്തോളം സഹായിച്ചു എന്ന്. നമ്മളെ കർത്താവ് ഇതുവരെ നമ്മളെ കൊണ്ടുവന്നതാണ്, നമ്മൾ എത്തിയതയല്ല. നമ്മൾ പലതരത്തിലുള്ള പ്രയാസങ്ങളിലൂടെ കടന്നുപോയി, പലതരത്തിൽ നിരാശകൾ വന്നു, പലതരത്തിൽ പല കാര്യങ്ങൾ പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നു, പലതും താമസിച്ചു പോയി, പലയിടത്തും നമ്മൾ തോറ്റുപോയോ എന്നൊക്കെ നമുക്ക് തോന്നി. അവിടെയൊക്കെ ദൈവം നമ്മളെ കരുതി. ഇന്ന് നമുക്ക് ഉറക്കെ പറയാൻ പറ്റും, കർത്താവ് എന്നെ സഹായിച്ചു, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം എൻ്റെ ദൈവം എന്നെ നടത്തി. ഒരു എബനേസറായി എൻ്റെ കൂടെ നിന്നു. കർത്താവ് എന്നെ ക്യാരി ചെയ്തുകൊണ്ട് വന്നു. കർത്താവിൻ്റെ മുമ്പിൽ വാതിലുകൾ തുറന്നു തന്നു. കർത്താവ് എനിക്ക് വേണ്ടി യുദ്ധവീരനായി കൂടെ നിന്നു. വീണു പോകുമോ, ഒറ്റപ്പെട്ടു പോകുമോ, തളർന്നു പോകുമോ എന്നൊക്കെ നമുക്ക് തോന്നിയ സാഹചര്യങ്ങളുണ്ട്. പക്ഷേ കർത്താവ് നമ്മളെ ഇതുവരെ കൊണ്ടുവന്നു. ഒന്ന് കരം ഉയർത്തി പറ, അങ്ങനെ ഇതുവരെ കൊണ്ടുവന്നു. നമ്മളെ ഇതുവരെ കൊണ്ടുവന്നവൻ ഇന്നും ഒരു അത്ഭുതം ചെയ്യും. ഇതുവരെ കാണാത്ത ചില നന്മകളിലൂടെ ഇന്നും കർത്താവ് നടത്താൻ വിശ്വസ്തനാണ്. ശാരീരികമായ ബാറ്റിൽസ് നേരിട്ടപ്പോൾ, അല്ലെങ്കിൽ രോഗങ്ങളാൽ ശത്രു തളർത്താൻ നോക്കിയപ്പോൾ അവിടെയും കർത്താവ് സൂക്ഷിച്ചു. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നേരിട്ടു, അവിടെയും കർത്താവ് നമ്മളെ സഹായിച്ചു. കർത്താവിന് സ്തോത്രം. കുടുംബജീവിതത്തിൽ അല്ലെങ്കിൽ സാമൂഹിക ജീവിതത്തിൽ, ജോലി ഒക്കെ പല പ്രയാസങ്ങൾ നേരിട്ടു. പക്ഷെ അവിടെയെല്ലാം കർത്താവ് എന്നെ സഹായിച്ചു. അവിടെയെല്ലാം കർത്താവ് എന്നെ നടത്തി. കർത്താവ് എനിക്ക് തുണയായി നിന്നു. മറന്നുപോകല്ലേ പ്രിയപ്പെട്ടവരെ, നമുക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, ഇത്രത്തോളം യഹോവ എന്നെ സഹായിച്ചു, ഇത്രത്തോളം എൻ്റെ ദൈവം എന്നെ നടത്തി. വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു.